9ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും നമ്മുടെ വൃത്തങ്ങൾ അഥവാ സർക്കിൾസ് എന്ന അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യ വീഡിയോയിൽ നമ്മൾ ആ പാഠഭാഗത്തിലുള്ള ആദ്യത്തെ 2 ചോദ്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് അതിന് ശേഷമുള്ള 3 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ആ ചോദ്യത്തിലേക്ക് നമുക്ക് നേരെ കിടക്കാം. ചിത്രത്തിൽ വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ ഇരുവശത്തുമായി 2 ഞാണുകൾ വരച്ചിരിക്കുന്നു. രണ്ടാമത്തെ ഞാണിൻ്റെ നീളം എന്താണ്? ഇരുവശത്തുമായി വരച്ചിരിക്കുന്ന ഞാണുകൾ വ്യാസവുമായിട്ട് ഉണ്ടാക്കുന്ന കോണുകൾ 30 ഡിഗ്രി വീതമാണെന്ന് ചിത്രത്തിൽ കാണാം. ഒരു ഞാണിൻ്റെ നീളം 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ രണ്ടാമത്തെ ഞാണിൻ്റെ നീളമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. The figure shows 2 chords drawn on either sides of a diameter. What is the length of the other chord? മറ്റേ കോഡ് അഥവാ ഞാണിൻ്റെ നീളമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ ചിത്രത്തിൽ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിന് O എന്ന് കൊടുത്തു. AB ആണ് വ്യാസം അഥവാ ഡയാമീറ്റർ എന്ന് കരുതുക. AC-യും AD-യും 2 ഞാണുകൾ അഥവാ കോഡുകളാണ്. വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഞാണുകളിലേക്ക് വരയ്ക്കുന്ന ലംബങ്ങളാണ് OP-യും OQ-യും. OP AD-യിലേക്കും OQ AC-യിലേക്കുമാണ് വരച്ചിരിക്കുന്നത്. അതായത് 2 പെർപെൻഡിക്കുലേഴ്സാണ് വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് OP ആ P എന്ന് പറയുന്ന പോയിൻ്റ് ലംബം ചെന്ന് ചേരുന്നതായതുകൊണ്ട് അവിടുത്തെ കോണ് 90 ഡിഗ്രി ആവും. Qയിലെ കോണും 90 ഡിഗ്രി ആവും. അപ്പോൾ ഈ ചിത്രത്തിൽ നമുക്ക് 2 ത്രികോണങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഏതൊക്കെയാണ് ത്രികോണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ത്രികോണം ട്രയാങ്കിൾ ഏതാണ്? OAP ആണ്. ട്രയാങ്കിൾ OAP അല്ലെങ്കിൽ PAO, എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ പേരുകൾ പറയാം. രണ്ടാമത്തെ ട്രയാങ്കിൾ OAQ. ഇങ്ങനെ 2 ത്രികോണങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ 2 ത്രികോണങ്ങളിലെ ചിത്രത്തിൽ തന്നെ നമുക്ക് വ്യക്തമാണ് കോണുകൾ 30ഉം 90ഉമാണ്. ഓരോ കോണുകൾ വീതം 30ഉം 90ഉമാണ്. അങ്ങനെയാണെങ്കിൽ 2 പേരുടെയും മൂന്നാമത് വരുന്ന കോൺ, ഇപ്പോൾ ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്ന മൂന്നാമത്തെ കോൺ 60 വരണം. എന്നാലേ 3 കോണും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടണമെങ്കിൽ മൂന്നാമത്തെ കോണ് 60 ആയിരിക്കണം. അപ്പോൾ ഇപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന കോണിൻ്റെ പേര് കോൺ AOQ ആണ്. 60 അല്ലേ? കോൺ AOQ. അതുപോലെ തന്നെ കോൺ AOP അതും എന്ത് തന്നെയാണ്? 60 ആണ്. പിന്നെ അപ്പുറത്ത് നോക്കൂ, അതായത് 30 ഡിഗ്രി വരുന്ന കോണിൻ്റെ പേരെങ്ങനെയാണ് നമ്മൾ പറയുക? കോൺ OAQ. അത് 30 പിന്നെയോ താഴെയുള്ള കോണിന് എങ്ങനെയാണ് പേര് പറയുക? കോൺ OAP. അതും 30 അല്ലേ? അപ്പോൾ ഈ 2 ത്രികോണങ്ങളുടെ സവിശേഷത ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഈ 2 ത്രികോണങ്ങളുടെയും പൊതുവായ വശമാണ് OA അല്ലെങ്കിൽ AO. 2 ത്രികോണങ്ങളുടെയും പൊതുവശമാണ് OA. മാത്രമല്ല ആ വശത്തിൽ വരുന്ന കോണുകൾ 2 ത്രികോണങ്ങളുടെയും ആ വശത്തിൽ, ഇപ്പോൾ ആദ്യത്തെ ത്രികോണത്തിൻ്റെ മുകളിലത്തെ ത്രികോണത്തിൻ്റെ ആ വശത്തിൽ വരുന്ന കോണുകളാണ് 60ഉം 30ഉം. അതേപോലെ തന്നെ വരുന്ന താഴത്തെ ത്രികോണത്തിൻ്റെ അതേ വശത്ത് വരുന്ന കോണുകളാണ് 60ഉം 30ഉം. അതിൻ്റെ അർത്ഥം ഈ 2 ത്രികോണങ്ങളുടെയും ഒരു വശം തുല്യമാണ്, ആ വശത്തിൻ്റെ അറ്റത്ത് വരുന്ന കോണുകളും തുല്യമാണ്. ഒരു വശവും അതിൻ്റെ അറ്റത്ത് വരുന്ന കോണുകളും തുല്യമാണെങ്കിൽ നമുക്ക് പറയാം അത് തുല്യ ത്രികോണങ്ങളാണ്, അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. OAPയും OAQയും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ അവരുടെ പ്രത്യേകത തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും. അത്തരത്തിൽ തുല്യമായ 2 കോണുകളാണ് നമ്മുടെ 60 ഡിഗ്രി വരുന്ന കോൺ. അപ്പോൾ ഈ 60 ഡിഗ്രിക്ക് എതിരെ വരുന്ന ആദ്യത്തെ ത്രികോണത്തിൻ്റെ വശമാണ് നമ്മുടെ AQ. 60 ഡിഗ്രി കോണിനെതിരെ വരുന്ന രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ വശമാണ് നമ്മുടെ AP. അപ്പോൾ AQ എന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും? APക്ക് തുല്യമായിരിക്കും. AQയും APയും തുല്യമായിരിക്കും. ഇനി ശ്രദ്ധിച്ച് നോക്കേണ്ടത്, വൃത്തകേന്ദ്രത്തിൽ നിന്ന് വരയ്ക്കുന്ന ലംബം ഞാണിനെ സമമായി ഭാഗിക്കും. അതുകൊണ്ട് Q എന്ന് പറയുന്നത് AC എന്ന ഞാടിൻ്റെ നടുവിലാണ്. അതായത് AQവിൻ്റെ ഇരട്ടിയാണ് ശരിക്കും AC വരിക. AQവിൻ്റെ ഇരട്ടിയാണ് AC വരിക. അപ്പോൾ AQ സമം AP ആണെങ്കിൽ
2 AQ എന്ന് പറയുന്നത് 2 AP തുല്യമായിരിക്കും. ആരാണ് ഈ 2 AQ? 2 AQ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഴുവനായിട്ടുള്ള ഞാനാണ്. ഞാനിൻ്റെ പകുതിയാണ് AQ വരിക. കാരണം വൃത്തകേന്ദ്രത്തിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ബൈസെക്സ് ദ കോഡ്. ദ പെർപെൻഡിക്കുലർ ഫ്രം ദി സെൻറ്റർ ഓഫ് എ സർക്കിൾ ബൈസെക്സ് ദ കോഡ്. വൃത്തകേന്ദ്രത്തിൽ നിന്ന് വരയ്ക്കുന്ന ലംബം ഞാനിനെ സമഭാഗം ചെയ്യുന്നു. അതുകൊണ്ട് 2 AQ എന്ന് പറഞ്ഞാൽ AQ AC യുടെ പകുതിയാണ്. അപ്പോൾ 2 AQ എന്ന് പറഞ്ഞാൽ AC ആണ്. അതുപോലെ തന്നെ AP യുടെ അതേ നീളം, AP 2 കൊണ്ട് ഗുണിച്ചാൽ എന്തിൻ്റെ നീളമായി? രണ്ടാമത്തെ ഞാണ് AD യുടെ നീളമായി. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? AC ഈക്വൽ ടു AD. ഈ 2 ഞാണുകൾക്കും തുല്യ നീളമാണ്. അപ്പോൾ രണ്ടാമത്തെ ഞാണിൻ്റെ നീളം എത്രയായിരിക്കും? AC യുടെ നീളം, AD യുടെ നീളം 3 എന്ന ചിത്രത്തിൽ തന്നിട്ടുണ്ട്. AD 3 ആണെങ്കിൽ AC യുടെ നീളവും എത്ര സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും എന്നാണ് അർത്ഥം? 3 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കുമെന്നാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നമ്മൾ എഴുതേണ്ടത്. അതെങ്ങനെ ഉത്തരം എഴുതും എന്നുള്ളത് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ സാർ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. ഇൻ ദ ഫിഗർ AB ഈസ് ഡയമീറ്റർ. ചിത്രത്തിൽ AB ഒരു വ്യാസമാണ്. AC ആൻഡ് AD ആർ 2 കോഡ്സ്. ACയും ADയും 2 ഞാണുകളാണ്. ഗിവൺ ദാറ്റ് AD ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. ഗിവൺ ദാറ്റ് തന്നിരിക്കുന്നു. എന്ത് തന്നിരിക്കുന്നു? ഒരു ഞാണിൻ്റെ നീളം AD 3 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്. അതുപോലെ ചിത്രത്തിൽ തന്നെ തന്നിട്ടുണ്ട് ഈ 2 കോണുകൾ 30 ഡിഗ്രിയാണ്. കോൺ ആംഗിൾ OAPയും ആംഗിൾ OAQയും 30 ഡിഗ്രി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 ത്രികോണങ്ങൾ നമ്മൾ എടുക്കുന്നു. ഏതൊക്കെയാ? ത്രികോണം OAPയും ത്രികോണം OAQയും എടുക്കുന്നു. അതിൽ OAP സമം OAQ എത്രയാണ്? 30. അതുപോലെ APO സമം AQO 90 വരാൻ കാരണം എന്താണ്? വരയ്ക്കുന്ന ലംബങ്ങളാണ്. അപ്പോൾ ഒരു കോണ് 30ഉം രണ്ടാമത്തെ കോണ് 90ഉമാണെങ്കിൽ നമുക്കറിയാമല്ലോ മൂന്നാമത്തെ കോൺ എന്താണ് വരേണ്ടത്? 180 നിന്ന് 120 കുറച്ചാൽ മൂന്നാമൻ എത്രയാ? 60 ഡിഗ്രിയാണ്. ഇനി ഈ 2 ത്രികോണങ്ങൾക്കും എന്തൊക്കെ പ്രത്യേകതയുണ്ട്? അവരുടെ AOP എന്ന് പറയുന്ന കോണും AOQ എന്ന് പറയുന്ന കോണും രണ്ടും തുല്യമാണ്. എത്ര വെച്ചിട്ട് വരും? 30 ഡിഗ്രി വെച്ചിട്ട് വരും. അതുപോലെ OAP എന്ന് പറയുന്ന കോണും OAQ എന്ന് പറയുന്ന കോണും തുല്യമാണ്. അത് രണ്ടും എത്ര വെച്ചിട്ട് വരും? 30 വീതം വരും. അതായത് AO എന്ന് പറയുന്ന വശവും ആ വശത്തിൽ വരുന്ന 2 കോണുകളും ഈ 2 ത്രികോണങ്ങളെ സംബന്ധിച്ചും തുല്യമാണ്. അതാണ് ദാറ്റ് ഈസ് വൺ സൈഡ് AO, ഒരു വശം AO, ആൻഡ് 2 ആംഗിൾസ്, 2 കോണുകൾ, ആ വശത്തിൽ വരുന്ന 2 കോണുകൾ. ആരുടെ? OAPയുടെ എന്ന് പറയുന്ന ത്രികോണത്തിനെ സംബന്ധിച്ച് ആ 2 കോണുകൾ ആർക്ക് തുല്യമാണ്? OAQവിൻ്റെ അതേ വശത്തിനും അതിൽ വരുന്ന 2 കോണുകൾക്കും തുല്യമായതുകൊണ്ട് അവരെ എന്ത് വിളിക്കാം? ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങൾ എന്ന് വിളിക്കാം. അതുകൊണ്ട് സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്, തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശം തുല്യമായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ APയുടെ നീളം AQവിന് തുല്യമാവുന്നു. AP AQവിന് തുല്യമാണെങ്കിൽ 2 AP എന്ന് പറഞ്ഞാൽ 2 AQ ആണ്. എന്താണ് 2 AP? നമുക്കറിയാം P എന്ന് പറയുന്നത് കൃത്യം മധ്യബിന്ദുവാണ്, മിഡിലാണ്. അതായത് വൃത്തകേന്ദ്രത്തിൽ നിന്ന് വരയ്ക്കുന്ന ലംബം ഞാനിനെ സമഭാഗം ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് AP എന്ന് പറയുന്നത് 2 AP എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഇവിടെ D ആണ്, AD ആണ്. 2 AP എന്ന് പറഞ്ഞാൽ എന്താണ്? ADക്ക് തുല്യമാണ്. അതുപോലെ 2 AQ എന്ന് പറഞ്ഞാൽ ACക്ക് തുല്യമാണ്. അപ്പോൾ ഈ 2 ഞാണുകളുടെ നീളങ്ങൾ തുല്യമാണ്. എത്ര സെൻറ്റിമീറ്റർ വീതമാണ്? 3 സെൻറ്റിമീറ്റർ വീതമാണെന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എ കോഡ് ആൻഡ് ദ ഡയമീറ്റർ ത്രൂ വൺ ഓഫ് ഇറ്റ്സ് എൻഡ്സ് ആർ ഡ്രോൺ ഇൻ എ സർക്കിൾ. എ കോഡ് ഓഫ് ദ സെയിം ഇൻക്ലിനേഷൻ ഈസ് ഡ്രോൺ ഓൺ ദി അതർ സൈഡ് ഓഫ് ദി ഡയമീറ്റർ. പ്രൂവ് ദാറ്റ് ദ കോഡ്സ് ആർ ഓഫ് ദി സെയിം ലെങ്ത്. അതായത് ഈ കോണ് 2 കോണുകൾക്കും ഒരേ അളവാണെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സെയിം ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ കോണളവിലാണ്. അതായത് വ്യാസം അഥവാ ഡയാമീറ്ററിന് 2 വശത്തും കോഡുകൾ അഥവാ ഞാണുകൾ വരച്ചിരിക്കുന്നത് ഡയാമീറ്ററുമായിട്ട് ഒരേ കോണളവിലാണ്, വ്യാസവുമായിട്ട് ഒരേ കോണളവിൽ വരത്തക്ക വിധത്തിലാണ് അവരെ വരച്ചിരിക്കുന്നതെന്നാണ് ചോദ്യത്തിൻ്റെ അർത്ഥം. മലയാളത്തിൽ വൃത്തത്തിൽ ഒരു ഞാണും അതിൻ്റെ അറ്റത്ത് കൂടി ഒരു വ്യാസവും വരയ്ക്കുന്നു. വ്യാസത്തിൻ്റെ മറുഭാഗത്ത് ഇതേ ചരിവിൽ എന്ന് വെച്ചാൽ ഇതേ കോണളവിൽ മറ്റൊരു ഞാണും വരയ്ക്കുന്നു. ഞാണുകൾക്ക് ഒരേ നീളമാണെന്ന് തെളിയിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിന് O എന്ന് കൊടുത്തു, വ്യാസത്തിന് അഥവാ ഡയമീറ്ററിന് AB എന്ന് വരച്ചിട്ടുണ്ട്, AB എന്ന് കൊടുത്തു. 2
ഞാണുകൾ അഥവാ കോഡുകൾക്ക് AC എന്നും AD എന്നുമാണ് നമ്മൾ പേരുകൾ കൊടുത്തിരിക്കുന്നത്. ഈ ത്രികോണം, ഇവിടെ രണ്ട് ത്രികോണങ്ങൾ, നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നമുക്ക് രണ്ട് ത്രികോണങ്ങൾ പ്രത്യക്ഷത്തിൽ കാണാം. ഏതൊക്കെയാണ്? AOC അതുപോലെ AOD. ഈ രണ്ട് ത്രികോണങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇവിടുത്തെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുന്നതും ഇതുപോലെ തന്നെയാണ്. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ രണ്ട് കോഡുകളും ഒരേ ചരിവിലാണ് വരച്ചിരിക്കുന്നത്, ഒരേ അളവിലാണ് വരച്ചിരിക്കുന്നത്. അതായത് വ്യാസവുമായിട്ട് ഒരേ കോണുകളാണ് AC-യും AD-യും ഉണ്ടാക്കുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് നമുക്കറിയാം, എന്തറിയാം? OAC-യിൽ വരുന്ന കോണളവ്, OAC എന്ന് പറയുന്ന കോണളവാണിത്. കോൺ OAC തന്നെയാണ് കോൺ OAD-യും വരിക. അത് നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നതനുസരിച്ച് OAC-യും OAD-യും തുല്യമാണ്. പിന്നെ വൃത്തത്തിൻ്റെ ആരങ്ങളാണ് എന്നുള്ളത് കൊണ്ട് OC-യുടെ നീളം തന്നെയാണ് OA-ക്കും വരിക. അതുകൊണ്ട് OAC എന്ന് പറയുന്ന ത്രികോണത്തിൽ കോണ്, ഇവിടെ വരുന്ന കോൺ, ഈ ആരോ മാർക്ക് ഇട്ടിരിക്കുന്നിടത്ത് വരുന്ന കോണ് തന്നെയാണ് ഇവിടെയും വരിക. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക? തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് OAC ഒരു സമപാർശ്വ ത്രികോണമാണ്. ശരിക്കും സമപാർശ്വ ത്രികോണത്തിൻ്റെ പാദകോണുകൾ തുല്യമാണ് എന്ന് നമുക്കറിയാം. അതായത് തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമാണ്. അതുകൊണ്ട് അതിൻ്റെ രണ്ട് കോണുകൾ തുല്യമായിരിക്കും. ഏതൊക്കെ കോണുകളാണ്? OAC-യും OCA-യും ത്രികോണത്തിനെ സംബന്ധിച്ച് തുല്യമായിരിക്കും. അതുപോലെ തന്നെ ഇടതുഭാഗത്ത് താഴത്ത്, അതുപോലെ തന്നെ രണ്ടാമത്തെ ത്രികോണമായ OAD-ക്കും ഇതേ പ്രത്യേകതയുണ്ട്. OAD-യുടെ പ്രത്യേകത എന്താണ്? OAD-യുടെ പ്രത്യേകത, ഈ കോണ് ഇവിടെ നോക്കൂ, ഈ കോണ്, ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും. അതായത് OAD-യെ സംബന്ധിച്ച്, ത്രികോണം OAD-യെ സംബന്ധിച്ച് കോൺ OAD-യും കോൺ ODA-യും തുല്യമായിരിക്കും. OAC-യെ സംബന്ധിച്ച് OAC-യും കോൺ OAC-യും കോൺ OCA-യും തുല്യമായിരിക്കും. അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങളുടെയും രണ്ട് വീതം കോണുകൾ തുല്യമാണ്. രണ്ട് ത്രികോണങ്ങളുടെയും രണ്ട് വീതം കോണുകൾ തുല്യമാണ് എങ്കിൽ അവരുടെ മൂന്നാമത് വരുന്ന കോണുകൾ, ഇപ്പം ഞാൻ അടയാളപ്പെടുത്തുന്നതാണ് മൂന്നാമത് വരുന്ന കോൺ, അവരുടെ മൂന്നാമത് വരുന്ന കോണുകളും തുല്യമായിരിക്കും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അല്ലേ? രണ്ട് ത്രികോണങ്ങൾ രണ്ട് വീതം കോണുകൾ തുല്യമാണെങ്കിൽ മൂന്നാമത്തെ കോണും തുല്യമായിരിക്കും. ഇനി ഈ ത്രികോണങ്ങളിലേക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, എന്താണ് കാണുക? ഈ രണ്ട് ത്രികോണങ്ങൾക്കും പൊതുവായി വരുന്ന വശമാണ്, പൊതുവശമാണ് നമ്മുടെ AO അല്ലെങ്കിൽ OA. രണ്ട് ത്രികോണങ്ങളുടെയും പൊതുവായി വരുന്ന വശമാണ് AO അല്ലെങ്കിൽ OA. അപ്പോൾ ഈ OA-യിൽ വരുന്ന ത്രികോണം OAC-യുടെ കോണുകളാണ്. ത്രികോണം OAC-യുടെ കോണുകൾ, OA-യിൽ വരുന്ന കോണുകൾ ഏതൊക്കെയാണെന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഒന്ന് പച്ച നിറത്തിലും ഒന്ന് പർപ്പിൾ നിറത്തിലും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കോൺ OAC-യും അതാണ് ഇത്. പിന്നെ കോൺ AOC-യും. ഈ രണ്ട് കോണുകളും AO എന്ന് പറയുന്ന വശത്ത് വരുന്ന കോണുകളാണ്. അതുപോലെ തന്നെ തൊട്ട് താഴെയുള്ള ത്രികോണത്തിനെ സംബന്ധിച്ചും ഇതേ കോണുകൾ തന്നെയാണ് വരിക. ഏതൊക്കെയാണ് തൊട്ട് താഴെയുള്ള ത്രികോണത്തിൻ്റെ കോണുകൾ? ഏതൊക്കെയാണ്? കോണ് OAD-യും കോണ് AOD-യും. അപ്പോൾ ഇവർ പരസ്പരം തുല്യമാണ്. OAC എന്ന് പറയുന്നത് OAD-ക്കും തുല്യമാണ്, AOC എന്ന് പറയുന്നത് AOD-ക്കും തുല്യമാണ്. നമുക്ക് നോക്കിയാൽ അറിയാം, ഒരേ നിറം കൊടുത്തിട്ടുണ്ട് മുകളിലും താഴത്തും. അപ്പോൾ ഈ രണ്ട് കോണുകളും തുല്യമാണ്, ഈ രണ്ട് കോണുകളും തുല്യമാണ്. അതിനർത്ഥം ഈ ത്രികോണത്തിൻ്റെ ഒരു വശവും ആ വശത്തിൻ്റെ അറ്റത്ത് വരുന്ന കോണുകളും തുല്യമാണ്. വശവും വശത്തിൻ്റെ അറ്റത്ത് വരുന്ന കോണുകളും തുല്യമാണെങ്കിൽ അവരെ നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിലെ പോലെ തന്നെ എന്ത് വിളിക്കാം? തുല്യ ത്രികോണങ്ങളെന്ന് വിളിക്കാം. തുല്യ ത്രികോണങ്ങളുടെ സവിശേഷത എന്താ? തുല്യ ത്രികോണങ്ങളുടെ തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും. അപ്പോൾ തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളാണ് ഇപ്പോൾ ആരോ മാർക്കിട്ട് സാറോട് കാണിച്ചിരിക്കുന്നത്. തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ത്രികോണങ്ങളുടെയും തുല്യമായ കോണുകൾക്ക്
എതിരെയുള്ള വശങ്ങളാണ് നമ്മുടെ ഞാണുകളായിട്ടുള്ള ആരൊക്കെയാണെന്ന് നോക്കൂ. ആരോ മാർക്ക് പോയിട്ടുണ്ട്. ആരോ മാർക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ആരോ മാർക്ക് അങ്ങടായിട്ടിരിക്കുന്നു. ആരൊക്കെയാണ് തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ? ഒ എ സി എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ എ സിയും ഒ എ ഡി എന്ന് പറയുന്ന ത്രികോണത്തിൻ്റെ എ ഡിയും എന്താണ്? തുല്യമായ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങളാണ്. തുല്യമായ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങൾ. അതുകൊണ്ട് എ സിയും എ ഡിയും തുല്യമാണ്, ഞാണുകളുടെ നീളങ്ങൾ തുല്യമാണ് എന്നാണ് നമ്മുടെ ഉത്തരം. എ ബി ഇസ് ദ ഡയാമീറ്റർ. എ ബി എന്ന് പറയുന്ന വ്യാസമാണ്. എ സി ആൻഡ് എ ഡി ആർ ദ കോഡ്സ്. എ സിയും എ ഡിയും എന്താണ്? ഞാണുകളാണ്. ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എന്താണ് തന്നിരിക്കുന്നത്? കോൺ ഒ എ സി സമം കോൺ ഒ എ ഡി. കോൺ ഒ എ സി സമം കോൺ ഒ എ ഡി എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതേ ചരിവിൽ, അതായത് ഒരേപോലെയാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഒ എ സിയും ഒ എ ഡിയും തുല്യമാണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇൻ ട്രയാങ്കിൾ ഒ എ സി എന്ന് പറയുന്ന ത്രികോണത്തിൽ ഒ എ സി സമം ഒ സി എ. ഇതിൻ്റെ കാരണമാണ് നമ്മൾ നേരത്തെ സാറ് പറഞ്ഞത്. ആരങ്ങൾ തുല്യമായതുകൊണ്ട് അതിൻ്റെ രണ്ട് കോണുകൾ തുല്യമായിട്ടുള്ള വശങ്ങൾ ആരങ്ങളായിട്ട് വരും. രണ്ടുപേർ ആരങ്ങളായിട്ട് വരും. അപ്പോൾ ആ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമാണ്. അതാണ് ഒ എയും ഇത് ഒ ആണ്. അങ്ങനെയാണ് ഒ എയും ഒ സിയും ഒ എയും ഒ സിയും ആരങ്ങളായതുകൊണ്ടാണ് ആംഗിൾ ഒ എ സി ഈക്വൽ ടു ആംഗിൾ ഒ സി എ. ഒ എ സി എന്ന് പറയുന്ന കോണും ഇപ്പോൾ രണ്ട് കോണുകൾ തുല്യമാണ് ആ ത്രികോണത്തിൻ്റെ. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ഒ എ ഡിയുടെ രണ്ട് കോണുകൾ തുല്യമാണ്. അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങളെ സംബന്ധിച്ച് അവരുടെ രണ്ട് വീതം കോണുകൾ തുല്യമാണെങ്കിൽ മൂന്നാമത്തെ കോണും തുല്യമായിരിക്കും. അങ്ങനെയാണ് മൂന്നാമത്തെ കോണായിട്ടുള്ള എ ഒ സി സമം എ ഒ ഡി ആയിട്ട് മാറിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് ഇവരുടെ ഒരു വശം പൊതുവായ വശമാണ്. എ ഒ എന്ന് പറയുന്ന രണ്ട് ത്രികോണങ്ങളെയും പൊതുവായ വശമാണ്. മാത്രമല്ല അവരുടെ ആ വശത്ത് വരുന്ന കോണുകളും തുല്യമാണ്. അപ്പോൾ വശവും തുല്യമാണ്. ആ വശത്തിൻ്റെ രണ്ടറ്റത്ത് വരുന്ന കോണുകളും തുല്യമായതുകൊണ്ട് ഈ ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, അഥവാ തുല്യ ത്രികോണങ്ങളാണ്. തുല്യ ത്രികോണങ്ങളാണെങ്കിൽ തുല്യമായ ഈക്വലായ ആംഗിൾസിന് എതിരെയുള്ള വശങ്ങളും തുല്യമാണ്. അങ്ങനെയുള്ള രണ്ട് വശങ്ങളാണ് നമ്മുടെ എ സിയും എ ഡിയും. അപ്പോൾ ഈ ത്രികോണങ്ങളെ സംബന്ധിച്ച് രണ്ട് കോണുകളും, അതായത് ഒരു വശം പൊതുവായ വശമാണ്. ആരാണ് പൊതുവായ വശം? എ ഒ എന്ന് പറയുന്ന വശം പൊതുവശമാണ്. എ ഒ എന്ന് പറയുന്ന വശം പൊതുവശം. അതിൻ്റെ അറ്റത്ത് വരുന്ന രണ്ട് കോണുകളും തുല്യമായതുകൊണ്ടാണ് ഈ ത്രികോണങ്ങളെ നമ്മൾ തുല്യ ത്രികോണങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ ത്രികോണങ്ങൾ തുല്യ. അപ്പോൾ അറ്റത്ത് വരുന്ന രണ്ട് കോണുകളാണ് ഇവിടെയുള്ള ഈ കൊടുത്തിരിക്കുന്ന ഒ എ സിയും താഴത്തുള്ള ഒ എ ഡിയും. അതുപോലെ തന്നെ മുകളിലുള്ള എ ഒ സിയും താഴെയുള്ള എ ഒ ഡിയും. അപ്പോൾ ഒരു വശമേതാ? പൊതുവായ വശമേതാ? എ ഒ. ഒരു വശവും അതിൻ്റെ അറ്റത്ത് വരുന്ന കോണുകളും തുല്യമായതുകൊണ്ട് ഇവർ തുല്യ ത്രികോണങ്ങളാണ്. തുല്യ ത്രികോണങ്ങളാണെങ്കിൽ തുല്യമായ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും. അപ്പം അത്തരത്തിലുള്ള രണ്ട് വശങ്ങളാണ് നമ്മുടെ എ സിയും എ ഡിയും. കോഡുകൾ അഥവാ ഞാണുകൾ തുല്യമാണ് എന്നാണ് നമുക്ക് കിട്ടിയത്. ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക്. The figure shows two chords drawn on either side of a diameter. How much is the angle the other chord makes with the diameter? കോഡുകളുടെ നീളങ്ങൾ ഒരേ നീളങ്ങളാണ്. ഒരു വ്യാസം അഥവാ ഡയാമീറ്ററിന് രണ്ട് വശത്തായിട്ട് വരച്ചിരിക്കുക. ഒരു കോഡ് ഉണ്ടാക്കുന്ന കോണ് 40 ഡിഗ്രി ആണെങ്കിൽ മറ്റേ കോഡ് എത്ര ഡിഗ്രി കോണാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ചോദ്യം. ചിത്രത്തിലെ ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിന് മുകളിലും താഴെയുമായിട്ട് രണ്ട് ഞാണുകൾ വരച്ചിരിക്കുന്നു. മുകളിലെ ഞാണ് വ്യാസവുമായി ഉണ്ടാക്കുന്ന കോൺ എന്താണ്? മുകളിലെ ഞാണ് വ്യാസവുമായി ഉണ്ടാക്കുന്ന കോൺ, അതായത് ഈ കോണ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒരു ചിത്രം, നേരത്തെ ചോദ്യത്തിൻ്റെ അതേപോലത്തെ ചിത്രം തന്നെ, അതേ ചിത്രം തന്നെയാണ് വരച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ അവിടെയും നമുക്ക് രണ്ട് ത്രികോണങ്ങൾ വ്യക്തമായി കാണാം. ഏതൊക്കെയാ? എ ഒ സിയും എ ഒ ഡിയും. നേരത്തെ പറഞ്ഞതുമായിട്ട് സാമ്യമുള്ള കാര്യങ്ങളാണ് ഇവിടെയും നമ്മൾ പറയുന്നത്. എ ഒ സിയുടെയും എ ഒ ഡിയുടെയും പ്രത്യേകത, പക്ഷേ ഇവിടെ നമ്മൾ വേറെ പ്രത്യേകതകളാണ് ഉപയോഗിക്കുന്നത്. ഈ രണ്ട് ത്രികോണങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം. നിങ്ങൾ പറയൂ ഏതൊക്കെയാണ്? എ ഒ സി അല്ലെങ്കിൽ ഒ എ സിയും ഒ എ ഡിയുടെയും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയൂ.
നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒ എ അല്ലെങ്കിൽ എ ഒ എന്താ പൊതുവായ വശമാണ്. പിന്നെയോ ഒ സി എന്ന് പറയുന്നത് ഒ ഡിക്ക് തുല്യമാണ്. എന്തുകൊണ്ടാണ് തുല്യമായത്? അവർ രണ്ടുപേരും ആരങ്ങൾ അല്ലെങ്കിൽ റേഡിയസുകളാണ് വൃത്തത്തിൻ്റെ. പിന്നെ ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് എ സിയുടെ നീളവും എ ഡിയുടെ നീളവും തുല്യമാണ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്താണ് ഈ ത്രികോണങ്ങളുടെ പ്രത്യേകത? ഈ ത്രികോണങ്ങളുടെ 3 വീതം വശങ്ങളും തുല്യമാണ്. 3 വീതം വശങ്ങളും തുല്യമാണെങ്കിൽ തുല്യമായ ഇവരെ നമുക്ക് എന്ത് വിളിക്കാം? തുല്യ ത്രികോണങ്ങൾ അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് വിളിക്കാം. ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ എന്ത് പ്രത്യേകത ഉണ്ടാവും? തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അപ്പോൾ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണെങ്കിൽ ഏതാണ് 40 ഡിഗ്രി വരിക? നമ്മുടെ ഏത് കോണാണ് ഇവിടെ 40 ഡിഗ്രി? ഒ എ ഡി 40 ആണെങ്കിൽ ഒ എ സിയും എത്ര തന്നെയായിരിക്കും? 40 ഡിഗ്രിയാണ്. കോൺ ഒ എ സി സാർ ഇവിടെ 6 മാർക്ക് വരച്ചിട്ടുണ്ട്. ഏത് കോണാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഒ എ സിയും ഈ കോൺ അല്ലേ, നിറം മാറ്റി കൊടുക്കാം നമുക്ക്. ഈ കോണും എന്ത് തന്നെയായിരിക്കും? 40 ഡിഗ്രി തന്നെയായിരിക്കും. കാരണം തുല്യമായ വശങ്ങൾ ഏതൊക്കെയാണ്? തുല്യമായ വശങ്ങൾ ഒ സിക്കെതിരെയുള്ള കോണും ഒ ഡിക്കെതിരെയുള്ള കോണും തുല്യമാണ്. അതിൻ്റെ അർത്ഥം എ ഡി എന്ന ഞാൻ വ്യാസവുമായി ഉണ്ടാക്കുന്ന കോണ് 40 ഡിഗ്രി ആണെങ്കിൽ എ സി എന്ന ഞാൻ വ്യാസവുമായി ഉണ്ടാക്കുന്ന കോണും എന്ത് തന്നെയാണ്? ഡയമീറ്ററുമായിട്ട് ഉണ്ടാക്കുന്ന കോൺ എന്ത് തന്നെയാണ്? 40 തന്നെയാണ്. വളരെ എളുപ്പത്തിൽ നമുക്കത് ഉത്തരം കിട്ടും. ഇത് വളരെ എളുപ്പത്തിലാണ്. ഒ എ സമം ഒ എ കോമൺ സൈഡ് പൊതുവശം, എ സി സമം എ ഡി സമം 3 നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഒ സിയും ഒ ഡിയും തുല്യമാണ്. എന്തുകൊണ്ടാണ്? ആരങ്ങളാണ്. അതായത് 3 sides 3 വശങ്ങൾ ഓഫ് ട്രയാങ്കിൾ ഒ എ സി 3 sides ഓഫ് ട്രയാങ്കിൾ ഒ എ സി ആർ ഈക്വൽ ടു 3 sides ഓഫ് ട്രയാങ്കിൾ ഒ എ ഡി. ഒ എ സിയുടെ 3 വശങ്ങൾ ഒ എ ഡിയുടെ 3 വശങ്ങൾക്ക് തുല്യം. അവരെന്ത് വിളിക്കാം? ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങൾ. തുല്യ ത്രികോണങ്ങളുടെ പ്രത്യേകത ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമാണ്. അതുകൊണ്ട് ഒ എ സിയും ഒ എ ഡിയും 40 ഡിഗ്രിയാണ്. അതായത് രണ്ട് ചാപങ്ങളും എ ഡി ഉണ്ടാക്കുന്ന കോൺ ഒ എ ഡി 40 ആണെങ്കിൽ ഒ എ സി 40 ആണ്. എ ഡി എന്ന് പറയുന്ന കോഡ് ഉണ്ടാക്കുന്ന കോൺ 40 ആണെങ്കിൽ എ സി എന്ന കോഡ് ഉണ്ടാക്കുന്ന കോണും 40 ഡിഗ്രി തന്നെയാണെന്നാണ് നമുക്ക് കിട്ടിയത്. 6ാമത്തെ ചോദ്യം. പ്രൂവ് ദാറ്റ് ദി ആംഗിൾ മെയ്ഡ് ബൈ 2 ഈക്വൽ കോഡ്സ് ഡ്രോൺ ഫ്രം എ പോയിന്റ് ഓൺ ദി സർക്കിൾ ഈസ് ബൈസെക്റ്റഡ് ബൈ ദ ഡയമീറ്റർ ത്രൂ ദാറ്റ് പോയിന്റ്. വൃത്തത്തിലെ ഒരേ ബിന്ദുവിൽ നിന്ന് വരയ്ക്കുന്ന ഒരേ നീളമുള്ള ഞാണുകൾ ചേരുന്ന കോണിനെ ആ ബിന്ദുവിലൂടെയുള്ള വ്യാസം സമഭാഗം ചെയ്യുന്നു എന്ന് കാണിക്കുക എന്നാണ്. നമുക്ക് ആ ചോദ്യത്തിൽ ഒരു ചിത്രത്തിലേക്ക് പോകാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എ ഡി ആണ് ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്ന വ്യാസം. എയിൽ നിന്ന് വരയ്ക്കുന്ന 2 ഞാണുകളാണ് അല്ലെങ്കിൽ കോഡുകളാണ് എ ബിയും എ സിയും. നമുക്ക് കാണിക്കേണ്ടത് ഈ 2 കോണുകൾ തുല്യമാണ്. അതായത് എ ഡി എന്ന് പറയുന്ന ആ ഒരു വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ കോൺ എയിൽ വരുന്ന കോണിനെ 2 തുല്യ ഭാഗങ്ങളാക്കി മാറ്റുന്നു. അതായത് ഏതൊക്കെയാ തുല്യ ഭാഗങ്ങൾ വരിക? ആരൊക്കെയാ തുല്യമാകേണ്ടത്? കോൺ ഒ എ ബിയുടെ അതേ അളവ് തന്നെയാണ് കോൺ ഒ എ സിക്കും എന്നാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. കഴിഞ്ഞ എല്ലാ ചോദ്യങ്ങളിലെയും പോലെ ഇവിടെയും നമുക്ക് 2 ത്രികോണങ്ങൾ കിട്ടിയിട്ടുണ്ട്. 2 ത്രികോണങ്ങളാണ് ഇവിടെ നമുക്കുള്ളത്. ഏതൊക്കെയാണ് ത്രികോണങ്ങൾ നമുക്കറിയാം. ത്രികോണം ഒ എ ബിയും ത്രികോണം ഒ എ സിയും. എന്താണ് ഇവരുടെ സവിശേഷതകൾ? കൃത്യമായിട്ട് നമുക്കിവിടെ വളരെ നേരത്തെ ചെയ്ത പോലെ തന്നെ വളരെ എളുപ്പത്തിൽ കിട്ടും. ഒ സിയുടെ നീളം ഒ ബിയുടെ നീളത്തിന് തുല്യമാണ്. എന്തുകൊണ്ടാണ്? വൃത്തത്തിൻ്റെ ആരങ്ങൾ. ഒ എ എന്ന് പറയുന്നത് 2 ത്രികോണങ്ങളുടെയും പൊതുവായ വശമാണ്. ചോദ്യത്തിൽ തന്നിട്ടുണ്ട് കോഡുകളുടെ നീളങ്ങൾ തുല്യമാണ്. അതായത് എ സി എന്ന് പറയുന്നത് എ ബിക്കും തുല്യമാണ്. അതായത് ഈ 2 ത്രികോണങ്ങളുടെയും 3 വശങ്ങളും തുല്യമാണ് അല്ലേ? ഈ 2 ത്രികോണങ്ങളുടെയും 3 വശങ്ങൾ തുല്യമാണെങ്കിൽ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അപ്പോൾ 6 മാർക്ക് പോയിരിക്കുന്നത് തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ. ഏതൊക്കെയാണ് ആ കോണുകൾ? കോൺ ഒ എ ബി ആർക്കെതിരെയാണ്? ഒ ബി എന്ന വശത്തിനെതിരെയുള്ള കോൺ ഒ എ ബി ഒ സി എന്ന വശത്തിനെതിരെയുള്ള കോൺ ഒ എ സിക്ക് തുല്യമായിരിക്കും.
അതിൻ്റെ അർത്ഥം ഈ രണ്ട് കോണും തുല്യമാണെങ്കിൽ അർത്ഥം എന്താ? എയിൽ വരുന്ന കോണിനെ നമ്മുടെ വ്യാസം അഥവാ ഡയാമീറ്റർ ആയിട്ടുള്ള AD സമഭാഗം ചെയ്യുന്നു, അല്ലെങ്കിൽ ബൈസെക്റ്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഇനി നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒരു സമചതുരവും അതിൻ്റെ 4 മൂലകളിലൂടെയുള്ള വൃത്തവും വരയ്ക്കുക. സമചതുരത്തിൻ്റെ വശങ്ങൾക്ക് സമാന്തരമായ വ്യാസങ്ങൾ വൃത്തത്തെ മുട്ടുന്ന ബിന്ദുക്കളും സമചതുരത്തിൻ്റെ മൂലകളും യോജിപ്പിച്ച് മറ്റൊരു ബഹുഭുജം വരയ്ക്കുക. അപ്പോൾ ഒരു വൃത്തത്തിൽ 4 മൂല വരണ വിധത്തിൽ സമചതുരവും വരച്ചിട്ടുണ്ട്. പിന്നെ സമചതുരത്തിൻ്റെ വശങ്ങൾക്ക് സമാന്തരമായിട്ട് 2 വ്യാസങ്ങൾ വരച്ചു. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 8 മൂലകൾ കിട്ടും. അതായത് സമചതുരത്തിൻ്റെ മൂലകൾ കൂടാതെ വ്യാസങ്ങൾ ചെന്ന് ചേരുന്ന മൂലകൾ കൂടി കൂട്ടുമ്പോൾ മൊത്തം 8 മൂലകൾ കിട്ടും. ഈ മൂലകളെ യോജിപ്പിച്ച് നമ്മൾ മറ്റൊരു ബഹുഭുജം വരച്ചാൽ അത് സമ അഷ്ടഭുജം ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രോ എ സ്ക്വയർ ആൻഡ് എ സർക്കിൾ ത്രൂ ഓൾ 4 വെർട്ടൈസസ്. ഡ്രോ ഡയാമീറ്റേഴ്സ് പാരലൽ ടു ദ സൈഡ്സ് ഓഫ് ദ സ്ക്വയർ ആൻഡ് ഡ്രോ എ പോളിഗൺ ജോയിനിങ് ദി എൻഡ് പോയിന്റ്സ് ഓഫ് ദീസ് ഡയാമീറ്റേഴ്സ് ആൻഡ് ദ വെർട്ടൈസസ് ഓഫ് ദ സ്ക്വയർ. അപ്പോൾ സ്ക്വയറിൻ്റെ വെർട്ടൈസസും ഡയാമീറ്റർ എൻഡ് പോയിന്റ്സും കൂടി ചേർന്ന് മൊത്തം 8 പോയിന്റ്സ് കിട്ടും. ഈ 8 പോയിന്റ്സിനെ തമ്മിൽ യോജിപ്പിച്ച് നമുക്ക് എന്ത് വരയ്ക്കണം? നമുക്കൊരു ചിത്രത്തിലേക്ക് പോകാം. ഇതുമായി ബന്ധപ്പെട്ട ഇതൊരു റെഗുലർ ഒക്ടഗൺ ആണെന്നാണ് കാണിക്കേണ്ടത്. അതായത് 8 വശങ്ങളുടെ രൂപമായതുകൊണ്ട് റെഗുലർ ഒക്ടഗൺ. ഇതാണ് നമ്മുടെ ചിത്രം എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ചിത്രത്തിന് ഇതിൽ ഒക്ടഗണിന് 8 മൂലകൾക്ക് ഒരു പേര് കൊടുക്കാം നമുക്ക്. ആദ്യത്തേന് A എന്ന് കൊടുത്തു, B, C, D, E, F, G, H എന്ന പേരുകൾ കൊടുത്തിട്ടുണ്ട്. വൃത്തത്തിൻ്റെ കേന്ദ്രം അഥവാ സെൻറ്ററിന് O എന്ന് കൊടുത്തു എന്ന് കരുതുക. ഈ പോയിന്റിന് P എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വരച്ചിരിക്കുന്ന 2 വ്യാസങ്ങൾ അല്ല ഡയാമീറ്ററുകൾ വൃത്തത്തിൻ്റെ സ്ക്വയർ അഥവാ സമചതുരത്തിൻ്റെ വശങ്ങൾക്ക് പെർപെൻഡിക്കുലറാണ്, വ്യക്തമായിട്ടും പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇവിടുത്തെ വ്യാസങ്ങൾ അഥവാ ഡയാമീറ്ററുകൾ നോക്കിയാൽ നമുക്കറിയാം. AEയും CGയുമാണ് വൃത്തത്തിൻ്റെ അഥവാ സർക്കിളിൻ്റെ ഡയാമീറ്ററുകൾ. AE എന്ന് പറയുന്നത് സമചതുരത്തിൻ്റെ വശമായിട്ടുള്ള BHന് പെർപെൻഡിക്കുലറാണ്. BH നമ്മുടെ ചിത്രത്തിൽ കാണുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ BH എന്ന് പറയുന്ന വര. BHന് പെർപെൻഡിക്കുലറാണ് ആര്? AE. AE എന്ന് പറയുന്ന വര ഇതാണ്. ഈ വരയാണ് നമ്മുടെ AE. ഇപ്പോൾ ഇവർ പരസ്പരം പെർപെൻഡിക്കുലറാണ്. ഈ 2 നീല നിറത്തിൽ വരച്ചിരിക്കുന്ന ഈ AEയും BHും പെർപെൻഡിക്കുലറാണ്. നമുക്കറിയാം വൃത്തത്തിൻ്റെ സെൻറ്ററായിട്ടുള്ള Oയിൽ നിന്ന്, വൃത്തത്തിൻ്റെ കേന്ദ്രമായ Oയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ആ പെർപെൻഡിക്കുലർ വൃത്തത്തിൻ്റെ കോഡിനെ അഥവാ ഞാണായിട്ടുള്ള BHനെ എന്ത് ചെയ്യുന്നു? സമമായി ഭാഗിക്കുന്നു, തുല്യമായി ഭാഗിക്കുന്നു. അതായത് P എന്ന് പറയുന്നത് BHൻ്റെ കൃത്യം മിഡിലിലാണ്. P എന്ന് പറയുന്ന മിഡ് പോയിൻ്റാണ്, മധ്യബിന്ദുവാണ് ആരുടെ? HBയുടെ. അതുകൊണ്ട് PH എന്ന് പറയുന്ന നീളവും PB എന്ന് പറയുന്ന നീളവും തുല്യമാണ്. അതിന് കാരണം ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദ സെൻറ്റർ ടു എ കോഡ് ഓഫ് എ സർക്കിൾ ബൈസെക്സ് ദ കോഡ്. വൃത്തകേന്ദ്രത്തിൽ നിന്ന് വരയ്ക്കുന്ന ലംബം ഞാണിനെ സമഭാഗം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് PHൻ്റെ നീളം എന്തിന് തുല്യമാണ്? PBക്ക് തുല്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ നോക്കാം. ഇൻ ദ ഫിഗർ, അതായത് ചിത്രത്തിൽ, ദ സർക്കിൾ പാസസ് ത്രൂ ആൾ ദ 4 വെർട്ടൈസസ് ഓഫ് എ സ്ക്വയർ. നമുക്കറിയാം എല്ലാ 4 മൂലക്കൂടിയും, സമചതുരത്തിന് 4 മൂലക്കൂടിയും ആര് കടന്നു പോകുന്നു? വൃത്തം കടന്നു പോകുന്നു. AEയും GCയുമാണ് നമ്മുടെ ഡയാമീറ്ററുകൾ അഥവാ വ്യാസങ്ങൾ. പാരലൽ ടു ദി സൈഡ്സ് ഓഫ് ദി സ്ക്വയർ, അതായത് ഒരു ജോഡി വശങ്ങൾക്ക് പാരലാണ്, മറ്റ് ജോഡി വശങ്ങൾക്ക് പെർപെൻഡിക്കുലറുമാണ്. അതുകൊണ്ട് AE ഈസ് പെർപെൻഡിക്കുലർ ടു HB അല്ലെങ്കിൽ BH എന്ന് പറയുന്ന വശം. അതുകൊണ്ട് പെർപെൻഡിക്കുലർ ഫ്രം ദ സെൻറ്റർ ഓഫ് എ കോഡ് വിൽ ബൈസെക്റ്റ് ഇറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേന്ദ്രത്തിൽ നിന്ന് വരയ്ക്കുന്ന ഞാണിലേക്ക് വരയ്ക്കുന്ന ലംബം ഞാണിനെ സമഭാഗം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് PH എന്തിന് തുല്യമായത്? PBക്ക് തുല്യമായത്. ഇനി ഇവിടെ 2 ത്രികോണങ്ങളാണ് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്.
രണ്ട് ത്രികോണം. ഏതൊക്കെയാണ് ഇവിടുത്തെ ത്രികോണങ്ങൾ? രണ്ട് കുഞ്ഞു ത്രികോണങ്ങളുണ്ട് ഇവിടെ. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ ത്രികോണങ്ങളുടെ പ്രത്യേകത കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായി. ആരൊക്കെയാണ് ഇവിടുത്തെ ചെറിയ ത്രികോണങ്ങൾ, കുഞ്ഞു ത്രികോണങ്ങൾ ആരൊക്കെയാണ്? പി, അത് തന്നെ. ഏതൊക്കെയാണ്? എ പി ബിയും എ പി എച്ചും തന്നിരിക്കുന്ന ഈ രണ്ട് പേരും, എ പി ബിയും എ പി എച്ചും. അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകത? എ പി ബിയും എ പി എച്ചും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രത്യേകത കാണുക? അതിൽ ഇപ്പം നമ്മൾ കാണിച്ചതനുസരിച്ച് അവരുടെ വശങ്ങളായ പി എച്ച് എന്ന് പറയുന്നത് പി ബിക്ക് തുല്യമാണ്. രണ്ട് വശങ്ങൾ പി എച്ച് പി ബിക്ക്. അതുപോലെ എ പി എന്ന് പറയുന്നത് ഈ രണ്ട് ത്രികോണങ്ങളുടെയും കൃത്യം നടുവിൽ വരുന്ന ഒരു കോമൺ സൈഡാണ് എ പി, അല്ലേ? അപ്പോൾ ഈ രണ്ട് വശങ്ങൾക്കിടയിൽ വരുന്ന കോണ് ഒന്ന് നിറം മാറ്റി കൊടുക്കാം. ഈ രണ്ട് വശങ്ങൾക്കിടയിൽ വരുന്ന കോണ്, ഈ കോണ് 90 ഡിഗ്രി, ഇപ്പുറത്തെ കോണും 90 ഡിഗ്രിയാണ്. ഏതാണ് ആ കോണിൻ്റെ പേര്? കോൺ എ പി എച്ച് എന്ന് പറയുന്നതും കോൺ എ പി ബി എന്ന് പറയുന്നതും രണ്ടും എത്ര ഡിഗ്രി വീതമാണ്? 90 ഡിഗ്രി വീതമാണ്. അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങളെ സംബന്ധിച്ച് അവയുടെ രണ്ട് വശങ്ങളും തുല്യമാണ്, അവയ്ക്കിടയിലുള്ള കോണും തുല്യമാണ്. ഇത്തരത്തിലുള്ള ത്രികോണങ്ങളെയാണ് നമ്മളെന്ത് പേര് വിളിക്കുക? ഇവരെയാണ് നമ്മൾ തുല്യ ത്രികോണങ്ങൾ അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് വിളിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത എന്താണ്? അവരുടെ തുല്യമായ, എന്താ പ്രത്യേകത? തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും. തുല്യമായ കോണുകൾക്ക്. അപ്പോൾ ഈ 90 ഡിഗ്രി കോണിനെതിരെയുള്ള വശമായിട്ടുള്ള എ എച്ച് എന്തിന് തുല്യമായിരിക്കും? എ ബിക്ക് തുല്യമായി. ഈ വശം മാത്രമാണ് ഇതിന് തുല്യമാകാൻ ബാക്കിയുണ്ടായിരുന്നത്, അല്ലേ? മറ്റ് രണ്ട് വശങ്ങൾ തുല്യമായി കഴിഞ്ഞു. ഇവർ തുല്യ ത്രികോണങ്ങളാവണമെങ്കിൽ മൂന്നാമത്തെ വശം, അതായത് 90 ഡിഗ്രിക്കെതിരെയുള്ള എ എച്ച് മറ്റേ ത്രികോണത്തിൻ്റെ 90 ഡിഗ്രിക്കെതിരെയുള്ള എ ബിക്ക് തുല്യമാണ്. അതിൻ്റെ അർത്ഥം ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്ന പോളിഗൺ അല്ലെങ്കിൽ ബഹുഭുജത്തിൻ്റെ രണ്ട് വശങ്ങൾ തുല്യമാണ്. ഏതൊക്കെയാണ്? എ എച്ച് സമം എ ബി. വി കൺസിഡർ ദ ട്രയാങ്കിൾസ്. നമ്മൾ പരിഗണിക്കുന്നു എ പി എച്ചും എ പി ബിയും. എന്താണ്? അവർക്ക് പി എച്ച് സമം പി ബി, പിന്നെയോ എ പി അല്ലെങ്കിൽ പി എ പൊതുവശമാണ്, കോമൺ സൈഡ്. പിന്നെയോ കോൺ എ പി എച്ച് സമം കോൺ എ പി ബി സമം 90 ഡിഗ്രി കിട്ടി. അപ്പോൾ രണ്ട് വശങ്ങളും അവയ്ക്കിടയിലുള്ള ആംഗിൾസ് മേഡ് ബൈ ദം എന്ന് പറഞ്ഞാൽ അവയ്ക്കിടയിലുള്ള കോണും തുല്യമാണ്. അതുകൊണ്ട് ഈക്വലായിട്ടുള്ള കോണിന്, തുല്യമായ കോണിനെതിരെയുള്ള വശങ്ങളായ എ എച്ച് എ ബിക്ക് തുല്യമാണ്. ഇതുപോലെ നമുക്ക് മറ്റു വശങ്ങളും തുല്യമാണെന്ന് കാണിക്കാം. എ എച്ച് സമം എ ബി സമം ബി സി സമം സി ഡി, ഇതുപോലെ എഴുതിയാൽ മതി. സിമിലർലി മറ്റു വശങ്ങളും തുല്യമാണ്. അപ്പോൾ എല്ലാ 8 വശങ്ങളും തുല്യമായിരിക്കും. അതൊരു റെഗുലർ ഒക്ടഗൺ ആയിരിക്കും അല്ലെങ്കിൽ സമ അഷ്ടഭുജമായിരിക്കുമെന്നർത്ഥം. താങ്ക് യു.